വിദേശത്ത് പോയി പഠനം നടത്തുന്നത് നമുക്കിടയിൽ ഒരു ട്രെൻഡായി മാറിയിട്ട് ഏതാനും വർഷങ്ങളായി. പ്രധാനമായും കാനഡയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ടൊരിടം. ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നങ്ങൾക്കിടയിലും കുടിയേറ്റം ഇത് ലക്ഷ്യമിട്ട് ഇവിടേക്ക് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ്. ഇതിനിടയിൽ കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ജോലി സമയം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട് വരുന്നു. ഇതോടെ ഈ വർഷം ആദ്യം യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിന് പുറത്ത് ആഴ്ചയിൽ 24 മണിക്കൂർ വരെ ജോലി ചെയ്യാൻ സാധിക്കും. മുമ്പ് 20 മണിക്കൂർ ആയിരുന്നു ജോലി ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതായി കാനഡയുടെ ഇമിഗ്രേഷൻ, അഭയാർത്ഥി, പൗരത്വ വകുപ്പ് മന്ത്രി മാർക്ക് മില്ലർ ആണ് അറിയിച്ചത്. ഇതിലൂടെ അവധി ദിനങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ രാജ്യത്തെ തൊഴിലാളിക്ഷാമം പരിഹരിക്കാനും പുതിയ നയം സഹായിക്കുമെന്ന് കരുതുന്നു. അതേസമയം പഠന സ്ഥാപനങ്ങൾ മാറുന്നതിന് കർശന നിയമങ്ങളും കാനഡ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ പുതിയ സ്റ്റഡി പെർമിറ്റിനായി അപേക്ഷിക്കുകയും അനുമതി വാങ്ങുകയും വേണമെന്നാണ് അധികൃതർ പറയുന്നത്. സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ ലളിതമാക്കാൻ രൂപകൽപ്പന ചെയ്ത സ്റ്റുഡന്റ് ഡയറക്റ്റ് സ്ട്രീം അഥവാ SDS പ്രോഗ്രാമുകൾ കാനഡ അവസാനിപ്പിച്ചതായാണ് റിപ്പോർട്ട്. SDS നിന്ന് കാര്യമായ നേട്ടം കൈവരിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ മാറ്റം തിരിച്ചടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടെ പുതിയ അപേക്ഷകൾ നൽകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സാധാരണ രീതിയിലെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷ പ്രക്രിയ പിന്തുടരേണ്ടി വരും. വളരെയധികം സമയമെടുക്കുന്ന പ്രക്രിയ കൂടിയാണിത്. ജോലി സമയത്തിലെ വർധനവ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഒരു അനുഗ്രഹവും ആശ്വാസവും ആണെങ്കിലും SDS നിർത്തലാക്കിയത് പെർമിറ്റ് അപേക്ഷാ പ്രോസസ്സിംഗിൽ കാലതാമസം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. കാനഡയുടെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് പ്രോഗ്രാം കാര്യക്ഷമമായി നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം മാറ്റങ്ങളെന്ന് മാർക്ക് മില്ലർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ തട്ടിപ്പുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും ഈ നയങ്ങൾ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു റിപ്പോർട്ട് കൂടിയുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം UK, USA, കാനഡ എന്നീ രാജ്യങ്ങളിലെ ആകെ വിദേശ വിദ്യാർത്ഥികളിലെ ഗണ്യമായൊരു ഭാഗം ഇന്ത്യക്കാരാണത്രേ. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് അഥവാ OECD തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ 40% ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. അമേരിക്കയിലും UKയിലുമുള്ള അന്തർദേശീയ വിദ്യാർത്ഥികളിൽ 25% ഇന്ത്യക്കാരായ വിദ്യാർത്ഥികളാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2019 മുതലാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലെ ഈ ഒരു ട്രെൻഡ് കാര്യമായി ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ നിലവാരം, മികച്ച സ്കോളർഷിപ്പ് അവസരങ്ങൾ, സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, ബിസിനസ് തുടങ്ങിയ മേഖലകളിലെ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് ഉയർന്ന ഡിമാൻഡ് എന്നിവ ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി ഈ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്നതിന് കാരണം. ഓസ്ട്രേലിയയിലേക്കും ജപ്പാനിലേക്കും വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് ചൈനയിൽ നിന്നാണെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 2019 മുതൽ ഇതിന് കുറവ് സംഭവിച്ചിട്ടുമുണ്ട്. അതേസമയം ഈ രണ്ട് രാജ്യങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട്.